കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. UDF സർക്കാർ ചെലവാക്കിയതെല്ലാം ബജറ്റിന് പുറത്തെ ചെലവുകളാണെന്നും ധനമന്ത്രി പറഞ്ഞു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശുദ്ധ പ്രഹസനമായിട്ട് മാറി. ഈ മൂലധന ചെലവ് കുറയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വരുമാനത്തിന്റെ ശതമാനമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ചെലവെല്ലാം ദൈനംദിന ചെലവാക്കി മാറ്റി. അതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്കല്ല, അപ്പപ്പോൾ വിളി തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ പണം എടുത്ത് ചെലവഴിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും വൻകിട മൂലധന നിക്ഷേപം കേരളത്തിൽ സാധ്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വെല്ലുവിളി. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വൻകിട നിക്ഷേപങ്ങളാകാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഒരുപക്ഷെ ഒരു 2 വർഷം എങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കളങ്കരഹിതമായ ഭരണം കാഴ്ചവെക്കാനായി ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ മന്ത്രിമാർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തിയത്. പുതിയ മന്ത്രിമാരെ വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. വകുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾക്കിടെ വരാൻ പോകുന്ന ഭരണത്തെപ്പറ്റിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും മന്ത്രിമാർ മറുപടി പറഞ്ഞു. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് ഇടതുമുന്നണി മന്ത്രിമാർ അധികാരത്തിൽ അവരോധിതരാവുന്നത്. മന്ത്രിസ്ഥാനത്ത് ഇതാദ്യമായി എത്തിയവർക്ക് അമ്പരപ്പോ അതിരുകടന്ന ആത്മവിശ്വാസമോ ഇല്ല. തികച്ചും യാഥാർത്ഥ്യബോധത്തോടെ വിഷയങ്ങളെ സമീപിക്കുന്നതിനാണ് പല മന്ത്രിമാർക്കും ഇഷ്ടം. അഴിമതിരഹിത ഭരണമെന്ന അടിസ്ഥാന മുദ്രാവാക്യത്തിനൊപ്പം വികസനവും സമന്വയിക്കുന്നതാണ് പുത്തൻ മന്ത്രിമാരുടെ വികസന പരിപ്രേക്ഷ്യം. 4 പുതിയ മന്ത്രിമാരാണ് അവരുടെ വകുപ്പുകളിൽ അടിയന്തരമായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെപ്പറ്റി മനസ്സു തുറന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് വിവാദ തീരുമാനങ്ങൾ കൊണ്ട് ഏറെ പഴികേട്ട റവന്യൂ വകുപ്പിനെ അഴിമതി വിമുക്തമാക്കുക എന്നതാണ് E. ചന്ദ്രശേഖരന്റെ ആദ്യ കടമ. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം പറയുന്നു. 2016 ജനുവരി മാസം 1-ാം തീയതി മുതൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കാൻ ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ അവസാന തീരുമാനങ്ങൾ 800 തീരുമാനങ്ങൾ എടുത്ത് ഉൾപ്പെടെ അതിൽപ്പെടും. അത് ശരിയേത് തെറ്റേതെന്ന് നിർണ്ണയിക്കാൻ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം സാധ്യമാകും. ബാറുകൾ പൂട്ടിയിട്ടും മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞില്ലെന്നും എന്നാൽ മദ്യവർജനത്തിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടതെന്നും എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. ഞാനിതിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. മദ്യത്തോടുള്ള നിലപാടെന്താണ്? മദ്യവർജനത്തിനാണ് നിൽക്കുന്നത്. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. ജനങ്ങളെ മദ്യത്തിൽ വിമുക്തമാക്കുക എന്നുള്ളതാണ്. പ്രചാരണത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. ഇവർ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഷാപ്പുകളുടെ എണ്ണം കുറച്ചിട്ടും മദ്യവിൽപ്പന കുറഞ്ഞിട്ടില്ല എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ റിപ്പോർട്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാടെടുക്കും. തോട്ടം മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങളിൽ സർക്കാർ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ TP രാമകൃഷ്ണന് 2 പക്ഷമില്ല. കശുവണ്ടി തൊഴിലാളികൾക്കൊപ്പമാണ് ഈ സർക്കാരെന്ന് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയും പറഞ്ഞു. ഇതിന്റെ ആദ്യപടിയായി കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉടൻ തുറക്കും. അഴിമതി ഇല്ലാതാക്കും. സുതാര്യത ഉറപ്പുവരുത്തും. ഇനിയിപ്പോൾ നമ്മൾ തോട്ടണ്ടി സുതാര്യമായി ഈ ടെൻഡർ വഴി തോട്ടണ്ടി വാങ്ങി പ്രോസസ്സ് ചെയ്യുന്ന പരിപ്പ് കയറ്റുമതി ചെയ്യും. ഇവിടെ ഇന്റേണലായി അഡ്ജസ്റ്റ്മെന്റ് നടത്തി വിൽക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തൊഴിൽ ഉറപ്പാക്കുക, അവർക്കിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള മിനിമം കൂലി ഉറപ്പാക്കുക. അതിന് കാർഷിക കോർപ്പറേഷൻ ആദ്യം തുറക്കണം. തുറന്നതിന് ശേഷം സ്വകാര്യ ഫാക്ടറി ഉടമകളോട് തുറക്കണം നമ്മൾ ആവശ്യപ്പെടും. തുറന്നില്ല എങ്കിൽ എന്ത് വേണമെന്നുള്ളത് പിന്നാലെ ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിരിക്കും. തീരദേശ പരിപാലന നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനായി കേരളത്തിന്റെ തീരപ്രദേശത്തെ ചെറിയ റോഡുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ സംസ്ഥാനപാത തുറക്കുമെന്നും ഇതുവഴി കേന്ദ്ര ചട്ടത്തിൽ ഇളവ് ലഭിക്കുമെന്നും ഇതിനുവേണ്ട പണം ഒരു പ്രശ്നമല്ലെന്നും ഫിഷറീസിന്റെ ചുമതലയുള്ള മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞുവെച്ചു. കേരളത്തിൽ നിലവിലുള്ള ഒരു തുണ്ട് കൃഷിഭൂമി പോലും ഇനി നികത്താൻ അനുവദിക്കില്ലെന്നും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ സർക്കാർ നേരിട്ട് കൃഷി ചെയ്യുമെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ പീപ്പിളിനോട് പറഞ്ഞു. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കും. പുതിയ തലമുറയെ കാർഷിക വൃത്തിയിലേക്ക് അടുപ്പിക്കുന്നതിന് കൃഷിരീതി സിലബസിന്റെ ഭാഗമാക്കും. കൃഷി ചെയ്യുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. SPC ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, NCC ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, NSS ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, സ്പോർട്സിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, നീന്തലിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് കൂടി ഈ ഗ്രേസ് മാർക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂളുകളും രക്ഷകർത്താക്കളും കുട്ടികൾ തയ്യാറായിട്ട് വരും. അപ്പോൾ അവർക്കും അതിനുകൊണ്ട് താല്പര്യപൂർവ്വം രംഗത്ത് വരാൻ തയ്യാറാവും. അല്ലെങ്കിൽ ഒന്നും കുട്ടികളെ കൊണ്ടൊന്നും സ്കൂളുകളൊന്നും വലിയ താല്പര്യം എടുക്കാൻ പോകുന്നില്ല.
ഏറ്റെടുക്കുന്നത് കനത്ത ഉത്തരവാദിത്തമെന്നറിയാമെങ്കിലും പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ ജനങ്ങളോട് ചെയ്യാമെന്നേറ്റത് നടപ്പിൽ വരുത്താനാണ് ഈ 4 മന്ത്രിമാരുടെയും തീരുമാനം. വിവിധ മന്ത്രിമാരുമായുള്ള അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ നജീബിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും എസ് ജീവൻകുമാർ. UDF സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി തിങ്കളാഴ്ച യോഗം ചേരും. ജനുവരി 1 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട വിവാദ ഉത്തരവുകളാണ് ഉപസമിതി പരിശോധിക്കുക. വിവാദ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. നിയമം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സമിതി കൺവീനർ കൂടിയായ AK ബാലൻ പ്രതികരിച്ചു. വാർത്തകളിലേക്ക്. CPIM നേതാവ് V ശിവൻകുട്ടിക്ക് നേരെ RSSന്റെ വധഭീഷണി കത്ത്. ശവം തെരുവിൽ കിടക്കും എന്നായിരുന്നു വധഭീഷണി കത്ത്. ഭീഷണിക്കത്തിനെ ഗൗരവമായി കാണുന്നുവെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. LDF നേതാക്കന്മാർക്ക് നേരെയുള്ള RSS BJP പ്രവർത്തകരുടെ നിരന്തര ഭീഷണിയിൽ പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരത്ത് LDF പ്രതിഷേധ ദിനം ആചരിക്കും. കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലെമീസ് കത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നന്മയും വികസനവും ഉള്ള കേരളത്തിന് സഭയുടെ സഹകരണം വാഗ്ദാനം ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ ക്ലെമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റെ നല്ല തുടക്കമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ജിഷ കേസുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ തീരുമാനങ്ങൾ സ്വാഗതാർഹമാണെന്ന് ജിഷയുടെ കുടുംബം. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ജിഷയുടെ അമ്മ പ്രതികരിച്ചു. മുതിർന്ന വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്ന് LDFന്റെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കാനും ജിഷയുടെ അമ്മയ്ക്ക് പ്രതിമാസം 5000 രൂപ പെൻഷൻ നൽകാനും LDF സർക്കാരിന്റെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ജിഷയുടെ സഹോദരിക്ക് ഉടൻ ജോലി നൽകുമെന്നും 45 ദിവസത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കി നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങളിൽ സന്തോഷമുണ്ടെന്നും പുതിയ അന്വേഷണ സംഘത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ജിഷയുടെ അമ്മ രാജേശ്വരി പറഞ്ഞു. ഇന്നൊരു സെന്റ് മണ്ണൂല ആരും തന്നിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങൾക്ക് നിധി കിട്ടുന്ന പോലെയാണ്. 100 പ്രാർത്ഥനയോടും ഇതിൽ ബന്ധപ്പെടുന്ന നിങ്ങളെ പോലെ എല്ലാവർക്കും എൻ്റെ കൊച്ചിന് ആരാ കൊന്നെന്ന് വെച്ചാൽ എത്രയും വേഗം പിടിക്കണം. കേസന്വേഷണം മുതിർന്ന വനിതാ IPS ഓഫീസറെ ഏൽപ്പിച്ച സാഹചര്യത്തിൽ LDFന്റെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. മുതിർന്ന വനിതാ IPS ഓഫീസർക്ക് അന്വേഷണ ചുമതല കൈമാറണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചയായി LDF രാപ്പകൽ സമരം നടത്തി വന്നത്. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ ADGPയെ മുൻ സർക്കാർ എന്തുകൊണ്ട് അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെന്ന് സമരസമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും തങ്കച്ചനും എന്താണ് ഒളിക്കാനുള്ളതെന്നും ശ്രീമതി ടീച്ചർ ചോദിച്ചു. സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായിട്ടുള്ള ഒരു ADGPയെ മാറ്റി മറ്റൊരു വനിതാ ADGP 2 പേരുണ്ടല്ലോ മൂലക്കിരുത്തിയിട്ട്. അവർക്കൊന്നും പറ്റൂലേ? അവർ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുണ്ടല്ലോ. ശ്രീ ഉമ്മൻചാണ്ടിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും തങ്കച്ചനും എല്ലാം ഒളിച്ചു വെക്കാൻ എന്താണുള്ളത്? അതേസമയം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ADGP B സന്ധ്യ അടുത്ത ദിവസം പെരുമ്പാവൂരിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ നിഷേധിച്ച് UDF കൺവീനർ PP തങ്കച്ചൻ രംഗത്തെത്തി. കേസുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ തനിക്കെതിരെ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തീർത്തും കളവാണെന്ന് തങ്കച്ചൻ പറഞ്ഞു. കടൽക്കൊലക്കേസിൽ ഇന്ത്യയിൽ കഴിയുന്ന ഇറ്റാലിയൻ നാവികന് ഉപാധികളോടെ നാട്ടിലേക്ക് മടങ്ങാൻ സുപ്രീം കോടതി അനുമതി നൽകി. നാവികൻ സാൽവത്തോറ ജെറോമിന്റെ ഹർജി പരിഗണിച്ചാണ് അനുമതി. നാവികന്റെ ആവശ്യം ഇന്ത്യ എതിർത്തില്ല. കടൽക്കൊലക്കേസിൽ അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി വിധി ഇന്ത്യക്ക് അനുകൂലമായാൽ നാവികൻ മടങ്ങിവരണം. ഇക്കാര്യത്തിൽ ഉറപ്പ് ഇറ്റാലിയൻ എംബസി എഴുതി നൽകണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എതിർത്തിരുന്നുവെങ്കിൽ കടൽക്കൊലക്കേസിൽ നാവികന് ജാമ്യം ലഭിക്കില്ലായിരുന്നു. കടൽക്കൊലക്കേസിൽ ഇന്ത്യക്ക് ആകെയുള്ള പ്രതിയാണ് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടൽക്കൊലക്കേസ് നരേന്ദ്രമോദിയുടെ പ്രധാന പ്രചരണ വിഷയമായിരുന്നു. വിജയിച്ചാൽ നാവികരെ ജയിലിൽ അടയ്ക്കുമെന്നായിരുന്നു മോദിയുടെ വാഗ്ദാനം. മോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രചരിക്കുകയാണ്. കടൽക്കൊലക്കേസിൽ കേന്ദ്ര സർക്കാരിൻ്റേത് കള്ളക്കളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാട് മൂലമാണ് നാവികൻ രക്ഷപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നുള്ളിടത്താണ് LDF ഗവൺമെന്റ് നിൽക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോവുക എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ കുറ്റകൃത്യം ചെയ്തയാളെ ഇവിടെയാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനയും വിചാരണയും ഒക്കെ നടക്കേണ്ടത്.
കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഞായറാഴ്ച ചേരും. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനാണ് യോഗം ചേരുക. രമേശ് ചെന്നിത്തലയ്ക്കാണ് സാധ്യത. ഹൈക്കമാൻഡ് പ്രതിനിധികളും പങ്കെടുക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തല എത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പായി. രണ്ട് കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയാകുന്നത്. നിയമസഭാ കക്ഷിയിൽ അംഗബലം കുറവാണെന്നതാണ് പ്രധാന പ്രശ്നം. പരമാവധി 8 അംഗങ്ങളാണ് എ ഗ്രൂപ്പിനുള്ളത്. 12 പേർ ഐ ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ്. ചെന്നിത്തലയ്ക്ക് വേണ്ടി ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഹൈക്കമാൻഡിന്റെ പിന്തുണയില്ലാത്തതും ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയാകും. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ ഉമ്മൻചാണ്ടി എടുത്ത നിലപാടിനോട് ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാനാക്കുന്നതിനോടും ഐ ഗ്രൂപ്പ് യോജിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവാണ് UDF ചെയർമാൻ ആകേണ്ടതെന്നാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട്. ഉമ്മൻചാണ്ടിക്ക് എന്ത് പദവി എന്നതും ഇതോടെ കീറാമുട്ടിയാകും. ഞായറാഴ്ചത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളായി മുകുൾ വാസ്നിക്, ഷീല ദീക്ഷിത്, ദീപക് ബാബറിയ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നരേന്ദ്രമോദി സർക്കാർ 2 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26-നാണ് മോദി അധികാരമേറ്റത്. കടന്നുപോയത് മോദിയുടെ ഏകാധിപത്യത്തിന്റെ 2 വർഷമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യത്തുണ്ടായ കനത്ത വരൾച്ചയിൽ നടപടിയെടുക്കാത്തതിൽ പരാജയപ്പെട്ടതും കർഷക ആത്മഹത്യകളും 2ാം വർഷത്തിൽ മോദിക്കെതിരെ ഏറെ വിമർശനങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. പാർലമെന്റ് മന്ദിരത്തിന് സമീപം അതിഥിയായി എത്തിയ നീലക്കാള കൗതുകവും ഒപ്പം ഉദ്യോഗസ്ഥർക്ക് തലവേദനയുമായി മാറി. ഇന്ന് രാവിലെ നോർത്ത് ബ്ലോക്കിന് സമീപം എത്തിയ നീലക്കാളയാണ് പോലീസിനെ വട്ടം ചുറ്റിച്ചത്. കാഴ്ചയിൽ പശുവിനെ പോലെ തോന്നിക്കുമെങ്കിലും നീലക്കാള മാൻവർഗത്തിൽപ്പെട്ട മൃഗമാണ്. ഇന്ന് രാവിലെ പാർലമെന്റ് നോർത്ത് ബ്ലോക്കിന് സമീപമാണ് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നീലക്കാളയെ കണ്ടത്. ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരിൽ കൗതുകമുണർത്തിയെങ്കിലും പിന്നീട് പോലീസിനു തലവേദനയായി മാറുകയായിരുന്നു കക്ഷി. നോർത്ത് ബ്ലോക്കിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിനു നേരെയായിരുന്നു നീലക്കാളയുടെ ആക്രമണം. ആക്രമണത്തിൽ വാഹനത്തിന്റെ ചില്ലുകൾ ഭാഗികമായി ഉടഞ്ഞു. നീലക്കാളയെ പിടികൂടുവാനുള്ള ശ്രമമായി പിന്നീട്. ആദ്യ ശ്രമങ്ങൾ നിഷ്ഫലമായെങ്കിലും പിന്നീട് നീലക്കാളയെ പിടികൂടിയ നീലക്കാളയെ സുരക്ഷിതമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക്. വാർത്തകളിലേക്ക്. മെയ് 25-ന് സത്യപ്രതിജ്ഞയുടെ തിരക്കേറിയ ദിനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈരളി TV സന്ദർശിക്കാൻ സമയം കണ്ടെത്തി. ചെയർമാൻ മമ്മൂട്ടിയും MD ജോൺ ബ്രിട്ടാസും ചേർന്ന് പിണറായിക്ക് സ്നേഹോഷ്മളമായ വരവേൽപ്പ് നൽകി. പിണറായിയുടെ സന്ദർശനം കൈരളി പ്രവർത്തകർക്കും ആവേശമായി. പിണറായി വിജയന്റെ ദിവസം തുടങ്ങിയത് രാവിലെ 9 മണിക്ക് ഗവർണറെ കണ്ടുകൊണ്ട്. 10 മണിക്ക് LDF യോഗത്തിനെത്തി. യോഗം തീർന്നപാടെ എത്തിയത് കൈരളി ആസ്ഥാനത്ത്. നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന ആ മണിക്കൂറുകളിൽ അദ്ദേഹം സന്ദർശിച്ച ഒരേയൊരു സ്ഥാപനം കൈരളിയായി. ആ വികാരം കേരളത്തിന്റെ പുതിയ നായകൻ ഇങ്ങനെ വാക്കുകളിൽ പകർത്തി. കൈരളിയുടെ സന്തോഷം എനിക്കുമുണ്ടാകുന്ന സന്തോഷമാണ്. എനിക്കുണ്ടാകുന്ന സന്തോഷം കൈരളിക്കും സന്തോഷമാണെന്ന് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. കൈരളി ചെയർമാൻ കൂടിയായ മഹാനടൻ ഭരത് മമ്മൂട്ടി അതൊരു പിറന്നാളാഘോഷ വേളയുമാക്കി. സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വെടിക്ക് 3-4 പക്ഷികളെ നമ്മളിവിടെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആഘോഷത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് തന്നെ കേക്ക് മുറിക്കാൻ പറയും. അപ്പൊ കൈരളി കുടുംബത്തിന്റെ ആഹ്ലാദവും ആശംസകളും MD ജോൺ ബ്രിട്ടാസും പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി എന്നുള്ളത് കൈരളി കുടുംബത്തിന്റെ കൂടി ഒരു വിജയമായിട്ടും സന്തോഷമായിട്ടും ഞങ്ങൾ കാണുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു സമയമായിട്ട് പോലും അദ്ദേഹം കൈരളി കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്നതിൽ അദ്ദേഹത്തോട് നന്ദി ഞാൻ പറയുന്നു, കടപ്പാട് അറിയിക്കുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയെ വരവേറ്റത്. നടൻ ദിലീപും സന്നിഹിതനായിരുന്നു. തിരക്കിട്ട പകലിലെ 3/4 മണിക്കൂർ കൈരളി ടവേഴ്സിൽ ചെലവിട്ട പിണറായി വിജയൻ കൈരളിക്ക് ഒരാഹ്വാനം കൂടി നൽകിയാണ് യാത്രയായത്. ഒരു പരസ്പര ബന്ധമാണ് നാം തമ്മിലുള്ളത്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനം നാടിനു വേണ്ടി കൈരളി നിർവഹിക്കുന്ന സേവനവുമാണ്. അത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ
നിർവഹിക്കാൻ കൈരളിക്ക് കഴിയട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ GITDയിലെ വിദ്യാർത്ഥികളും ഡിസൈനർമാരും ഒരുക്കിയ എക്സലന്റ് എക്സ്പോ 2016 പ്രദർശനം പാലാ എക്സലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനർ സെന്ററിൽ നടന്നു. വിദ്യാർത്ഥികളുടെ കരവിരുതിന്റെ പകിട്ട് പ്രകടനമായ മേള കാണാൻ നിരവധി പേരാണ് എത്തിയിരുന്നത്.